ചിന്തിക്കേണ്ട എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു സുഹൃത്തുക്കളെ. കാലത്ത് തന്നെ എണീറ്റ് ഞാനൊരു 8 മണിക്ക് ആകുമ്പോഴേ എണീക്കാറുള്ളൂ. 8 മണി 8:30 ആകുമ്പോഴേ എണീക്കാറുള്ളൂ. അതിനുശേഷം ആദ്യത്തെ പരിപാടി കാലത്ത് പ്രഭാത കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അമ്മേനെ ജോലിക്ക് കൊണ്ടാക്കണം. അമ്മ ചുങ്കത്ത് ജ്വല്ലറിയിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജ്വല്ലറിയിൽ ജോലിക്ക് ഉണ്ടാക്കണം. അതിന് ആദ്യത്തെ പരിപാടി കേട്ടോ. അമ്മ വന്നു. ഇന്നും ലേറ്റ് ആയിട്ടുണ്ടെന്ന് സുഹൃത്തുക്കളെ. അപ്പോൾ നീ എന്താ ലേറ്റ് ആവണം ഇങ്ങനെ? എന്നിട്ട് വേഗം പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും വന്ന് ജോലിക്ക് ലേറ്റായിട്ട് എന്നിട്ട് എന്നെ ചീത്ത പറയാൻ നിൽക്കും. എപ്പോഴെത്തണ്ട അവിടെ? 9:20. എനിക്ക് വാക്കേറ്. മധുരം എടുത്തോ? വെള്ളം കൂടുതലുണ്ടാവില്ലേ അതില്? ഞാൻ എന്നും കരിക്ക് കുടിക്കാൻ വരുന്നൊരു സ്ഥലമാണ് കേട്ടോ. കരിക്ക് കുടിക്കാൻ വരുന്നുണ്ടെങ്കിൽ വ്ളോഗാ. എന്നും കരിക്ക് കുടിക്കാൻ വരുന്നൊരു സ്ഥലമാണ് സുഹൃത്തുക്കളെ. ഇവിടെ സ്പെഷ്യലൊന്നുമില്ല. ഇപ്പോൾ തായ്ലൻഡ് സാധനങ്ങൾ കിട്ടും. ഏതാ? സ്പെഷ്യൽ സാധനങ്ങളുണ്ടാവും. മധുരം ഉണ്ടല്ലോ ഇത്. നോട്ടെ. പൊളിച്ച് നല്ല മധുരം ഉണ്ട്. അടിപൊളി, നല്ല മധുരം ഉണ്ട്. എന്താ സ്പെഷ്യൽ സാധനം? ഇത് പേര് നാടൻ മണ്ണുത്തി യൂണിവേഴ്സിറ്റി. മണ്ണുത്തി യൂണിവേഴ്സിറ്റി സ്പെഷ്യൽ കരിക്ക് ഗൈസ്. പൊളിച്ചിട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. നിങ്ങൾ ആരെങ്കിലും ഇൻസ്റ്റാമാർട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 20 രൂപയ്ക്ക് കരിക്ക് കേട്ടുകൂടാ. 20 രൂപയ്ക്ക് കരിക്ക്. ഞാൻ ആക്ച്വലി 4-5 കരിക്ക് വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാറുണ്ട് കേട്ടോ. കരിക്ക് 20 രൂപയ്ക്ക്. രാത്രി ഒരു 9 മണി 10 മണിക്ക് ശേഷം നോക്കിയാൽ മതി. 20 രൂപയ്ക്ക് കരിക്ക് കിട്ടാറുണ്ട്. ഇതിപ്പോൾ ഞാൻ 60 രൂപയ്ക്കാണ് അവിടെ പോയി കരിക്ക് കുടിച്ചത്. ഇൻസ്റ്റാമാർട്ട് ഓൺലൈനിൽ ചെത്തിയിട്ട് കരിക്ക് കിട്ടും കേട്ടോ. അത് നോക്കി നോക്ക്. നമ്മളിപ്പോൾ നിലവിൽ ഷോപ്പ് തുറക്കാൻ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് 1-2 കാര്യങ്ങൾ ഇവിടെ ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം, നമുക്ക് ട്യൂബ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെ ഉണ്ട് ട്യൂബും ഇതും. ഞാനിപ്പോൾ അവിടെ നിന്ന് ബൈക്ക് ഓടിച്ച് വരുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. സ്റ്റോക്ക് ഇവിടെ ഉണ്ടല്ലോ ശരിക്കും. ഇന്നലെ മര്യാദയ്ക്ക് നോക്കാണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇന്നലെ തന്നെ നമുക്ക് ആ ഒരു പരിപാടി വീഡിയോ ചെയ്യാൻ പറ്റിയാനെ. പക്ഷെ അത് നടന്നില്ല. ഞാൻ ഷോപ്പ് തുറക്കട്ടെ. ഇതിൻ്റെ ബാക്കിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടാ. മണ്ടത്തരങ്ങൾ പറ്റണത് ഓരോന്നേ. ഇന്നലെ നമുക്ക് ആ വീഡിയോ ചെയ്യാൻ പറ്റുമായിരുന്നു. നമ്മുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഇന്നലത്തെ വീഡിയോയിൽ ഞങ്ങൾക്ക് ഉണ്ടല്ലോ. ഇത് ഫുൾ അഴിച്ച് പറിച്ച് നോക്കിയത്. നമ്മുടെ കടയിൽ ഈ സാധനം ട്യൂബ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഗൈസ്. ശുദ്ധ മണ്ടത്തരം സുഹൃത്തുക്കളെ, ശുദ്ധ മണ്ടത്തരം. ബുദ്ധി പ്രവർത്തിച്ചില്ലെങ്കിലുള്ള പ്രശ്നം അതായിരുന്നു. സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഇത് സ്റ്റോക്കില്ലാന്ന് വിചാരിച്ചിട്ട് ഇന്നലെ ഒന്നും ചെയ്തില്ല. ട്യൂബും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് ഇന്നലത്തെ പരിപാടി ക്യാൻസൽ ചെയ്യും. കാരണം നമ്മൾ ഓരോന്ന് ഷെഡ്യൂൾ ചെയ്ത് വെച്ചാൽ അത് നടന്നില്ലെങ്കിൽ പിന്നെ ഇരട്ടി പണിയായിരിക്കും. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് പറ്റുന്ന മണ്ടത്തരങ്ങളാണ്. എന്തായാലും സാധനം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ ഇതില്ലാന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ വീഡിയോ ക്യാൻസൽ ചെയ്ത് കേട്ടോ. അപ്പോൾ എന്തായാലും സാധനം സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ട്യൂബ് കിട്ടി. ഞാൻ കട ക്ലോസ് ചെയ്യുന്നില്ല കേട്ടോ. കട പകുതി വരെ ഇടുന്നുള്ളൂ. പകുതി കാരണം ഇവിടെ ഫുൾ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1-2 ഡെലിവറി കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പോവാണ്. ഡെലിവറി കൊടുത്തിട്ട് വരാം ഗൈസ്. കാലത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി 12 മണിയായപ്പോൾ വീട്ടിലെത്തിയതാണ് കേട്ടോ. വീട്ടിലെത്തി നല്ല കോളും എൻക്വയറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മുന്നത്തെ എൻക്വയറികൾ ചെക്ക് ചെയ്യാണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൂടി നമ്മുടെ ഷോപ്പ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ പിന്നാലെ നടക്കലും 1-2 ഡെലിവറി ചെറിയ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ പള്ളിയിലേക്കൊന്ന് പോയി. നോയമ്പ് സീസൺ ആയതുകൊണ്ട് പള്ളിയിൽ പോക്കുണ്ട്. അപ്പോൾ പള്ളിയിലേക്കൊന്ന് പോയി. ഇപ്പോൾ തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മാമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്ന് മധുരക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മാമ്മ മധുരക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മധുരക്കിഴങ്ങ് കഴിച്ചിട്ട് വേണം എനിക്ക് ഓടിപ്പോയിട്ട് വർക്കൗട്ടിന് പോകാൻ വേണ്ടിയിട്ടാണ്. വർക്കൗട്ട് കാട്ടിയിടാം. ഞാൻ പേഴ്സണലി ഒരു കാര്യം പറയാണ്, ആരെയും ഹെർട്ട് ചെയ്യാനൊന്നുമില്ല. ആക്ച്വലി സൈക്ലിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഇൻ ദ സെൻസ് പറയാൻ കാരണം ശ്രദ്ധിച്ച് കേൾക്കണം. സൈക്ലിങ് ഞാൻ
2019 മുതൽ ചെയ്യാൻ തുടങ്ങിയതാണ്. 2019 മുതൽ ഞാൻ സൈക്ലിങ് ചെയ്യാൻ തുടങ്ങിയതാണ്. എന്നിട്ട് എനിക്ക് നല്ല രീതിയിൽ മസിൽ ലോസ് സംഭവിച്ചു, ഫാറ്റ് ലോസ് സംഭവിച്ചു. ശരിയാണ്, പക്ഷേ ക്രിട്ടിക്കൽ രീതിയിൽ മസിൽ ലോസ് സംഭവിച്ചു. ഒരു മനുഷ്യന് ആവശ്യമുള്ള മസിൽ പോലും എൻ്റെ ദേഹത്ത് ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ ഒരു പരിധിയിൽ കൂടുതൽ ഇത് പോയിട്ട് കൃത്യമായിട്ടുള്ള ഭക്ഷണവും കൃത്യമായിട്ടുള്ള വെയിറ്റ് ട്രെയിനിങ്ങും, അടിവരയിട്ട് പറയുന്നു വെയിറ്റ് ട്രെയിനിങ് ചെയ്യാത്തത് കൊണ്ട് നല്ല രീതിയിൽ മസിൽ ലോസ് സംഭവിച്ചിട്ടുണ്ട് ബോഡിക്ക്. അപ്പോൾ സൈക്ലിങ് മാത്രം ചെയ്തതുകൊണ്ട് ഒരു ഉപകാരമില്ല. നിങ്ങൾ എന്തായാലും വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം കേട്ടോ. അങ്ങനെയാണ് ഞാൻ കാശ്മീർ പോണേക്കാട്ടും മുന്നേ ഞാനൊരു ന്യൂട്രീഷനെ കണ്ട് ആളുടെ ഗൈഡൻസോട് കൂടി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ മുഖം നോക്കി ഇപ്പം ഇരിക്കണമെന്നുണ്ടോ, കവള കൊട്ടി. മറ്റേ പിള്ളേരുകൾ അമ്മ എന്തിട്ടാ പറയാറമ്മേ, അമ്മ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അമ്മ എന്തോ പറയാറുണ്ടല്ലോ എൻ്റെ മുഖം കണ്ടിട്ട്. അമ്മ താഴ്ത്തേക്ക് പോയി. അപ്പോൾ അത്രയും ഡയറ്റും കാര്യങ്ങളും നോക്കി വെയിറ്റ് ട്രെയിനിങ് ചെയ്തു. അപ്പം ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും സൈക്ലിങ് മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല. ഫാറ്റ് ലോസ് സംഭവിക്കും, പക്ഷേ ഫാറ്റിൻ്റെ കൂടെ മസിലും കൂടിയൊക്കെ പോകുന്നൊക്കെയാണ് എൻ്റെ അടുത്ത് ന്യൂട്രീഷൻ പറഞ്ഞത്. അപ്പോൾ കൃത്യമായിട്ടൊരു ഗൈഡൻസോട് കൂടിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ പോലെ ഫാറ്റ് ലോസിൻ്റെ ഒപ്പം മസിൽ ലോസും സംഭവിക്കും. അപ്പോൾ എങ്ങനെയാണ് മസിൽ ലോസ് സംഭവിക്കുന്നത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒരു ന്യൂട്രീഷൻ്റെ അടുത്ത് പോയിട്ട് ഗൈഡൻസ് തേടാം. മസ്റ്റായിട്ടും ചെയ്തിരിക്കേണ്ടത് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക സുഹൃത്തുക്കളെ. പഠിച്ച് മനസ്സിലാക്കി പറയണതൊന്നുമല്ല, എൻ്റെ ജീവിത അനുഭവങ്ങൾ കൊണ്ട് പറഞ്ഞതാണ്. സൈക്ലിങ് മാത്രം കൊണ്ട് കാര്യമില്ല, വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം, എന്നാലാണ് മസിൽ ബിൽഡ് ആവുള്ളൂ. അല്ലെങ്കിൽ മസിൽ ലോസ് സംഭവിക്കും. 60 വയസ്സിൽ വരേണ്ട വേദനകളൊക്കെ ഇപ്പോൾ വന്നോളൂന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഇതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ മധുരക്കിഴങ്ങ് കഴിഞ്ഞിട്ട് നമുക്ക് പയ്യെ വർക്കൗട്ട് പോകട്ടോ. ചെറിയൊരു വർക്കൗട്ട് വീഡിയോയും കാട്ടിത്തരാം. ഓക്കെ. സോ ഗൈസ്, ജിമ്മിലെത്തിയിട്ടുണ്ട്. മൺഡേ ആണ് ഞാനിന്ന് ഷൂട്ട് ചെയ്യണത് കേട്ടോ. കുറച്ചധികം തിരക്കുണ്ടാവും ജിമ്മിൽ, അതുകൊണ്ട് എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും സ്റ്റിൽ നോക്കി നോക്കാം സുഹൃത്തുക്കളെ, എന്തോരം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നു കേട്ടോ. നോക്കി നോക്കാം. കുറച്ച് വർക്കൗട്ട് ഞാൻ കാട്ടിത്തരാം, എന്നിട്ട് നമുക്ക് ബാക്കി നിങ്ങൾ വേറെ എവിടെയെങ്കിലും നോക്കി പഠിച്ചോട്ടോ. ഞാൻ ഇവിടെ നമുക്ക് ലോക്കർ ഫെസിലിറ്റി ഉണ്ട്, ഇവിടെ എൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് എടുക്കാം. സോ നോക്കിയോട്ടെ. അവിടെ പാട്ട് വെച്ചിട്ടുണ്ടാവും, കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കാം കേട്ടോ. സോ കാശ്മീർ ട്രിപ്പ് കഴിഞ്ഞ് വന്നത് മാർച്ച് 28 ആയിരുന്നു തിരിച്ചെത്തിയത് കേട്ടോ. അതിന് ശേഷം ഏപ്രിൽ ഒക്കെ ആയപ്പോഴേക്കും ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഏകദേശം ഒരു 8-10 മാസത്തോളം ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ വർക്കൗട്ട് ഇപ്പോൾ മൊത്തത്തിൽ ചെയ്ത് തുടങ്ങിയിട്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വർക്കൗട്ടിൻ്റെ കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചെസ്റ്റ് ഡേ ആണ്. ചെസ്റ്റും ട്രൈസും ആണ് ചെയ്യണത്. ഞാൻ കുറച്ച് മെഡിസിൻസ് എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ബോഡി കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ചൊരു ലാസ്റ്റത്തെ ഒരു 10 ദിവസമായിട്ട് ഭയങ്കര എനർജി ലോസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ വെയിറ്റോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ചെസ്റ്റ് മാത്രമേ നമ്മളൊന്ന് ചെയ്തുള്ളൂ. എനിക്ക് കാർഡിയോയും ചെയ്യണം എന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് കാർഡിയോ വർക്കൗട്ട് നമുക്ക് ചെയ്യാം. ട്രൈസും കാർഡിയോയും ചെയ്യണം. താങ്ക് യു മുകുന്ദൻ ചേട്ടൻ്റെ കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് പുഴുങ്ങിയ മുട്ട കഴിച്ചു. ഇപ്പം എൻ്റെ ചെസ്റ്റ് വർക്കൗട്ട് കഴിഞ്ഞു. ഇനി ട്രൈസ് ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് നേരം കാർഡിയോ ചെയ്യണം. കാർഡിയോ അധികമല്ല, എന്നാലും ഒരു 10,000 സ്റ്റെപ്സ് ഒരു ഗോൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ അച്ചീവ് ചെയ്യാറില്ല. സൈക്ലിംഗ് ഉണ്ട്, അല്ലാത്ത ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റാറില്ല. സോ അതൊന്ന് പ്ലാൻ ചെയ്യണം ഗൈസ്. അരവില്ല കഴിഞ്ഞു. ഞാനത് പയ്യെ റീഫിൽ ചെയ്തിട്ട് ട്രൈസും അതുപോലെ തന്നെ ട്രെഡ്മില്ലിൽ കുറച്ച് നേരം കാർഡിയോ ചെയ്തിട്ട് ഇന്നത്തെ അവസാനിപ്പിക്കണം കേട്ടോ. സോ അതാണ് ഇന്നത്തെ പരിപാടി ഗൈസ്. ഞങ്ങളുടെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. 10:30 മണിയായി. ഞാനും അനിയനും അമ്മയും എല്ലാവരും കൂടി സിനിമ കണ്ടിരിക്കുകയാണ്. സോ ജിമ്മ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സോഫേമോ ഒന്ന് കിടന്ന് ഉറങ്ങലാണ്. നല്ല ക്ഷീണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ഷീണമാകും കേട്ടോ. 10:30 11:30 ഞാൻ രാത്രി കിടന്ന് ഉറങ്ങും ഗൈസ്. സോ അത്രയ്ക്കുള്ള ഇന്നത്തെ വ്ളോഗ്. ഞാൻ ഇന്ന് ചെറിയൊരു വ്ളോഗ് എടുത്ത് നോക്കിയതാണ്. സോ സ്റ്റേ ട്യൂൺ. നാളെ 6 മണിക്ക് കാണാം ഗൈസ്. ബൈ. എങ്ങനെയുണ്ട് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയട്ടോ. ഒരു ചുമ്മാ ഒരു ഡെയിലി വ്ളോഗ് പോലെ ചെയ്ത് നോക്കിയതാണ്.